ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കി വരാം. ഇന്ന് ഇത് സംഭവിക്കും. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 14ാം ദിവസം. ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും സമരക്കാരുമായി ചർച്ച നടത്തിയേക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് UDF-ന് പുറമെ BJP-യും രംഗത്തെത്തി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ ഇന്ന് കുടിൽ കെട്ടി സമരം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. 7 മാസമായിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് ആരോപണം. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും ഇന്ന് മഞ്ചേരിയിൽ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കും. ഭരണഘടനാ വിഷയങ്ങളും വനം വന്യജീവി ആക്രമണം തുടങ്ങി 2 വിഷയങ്ങളാണ് സെമിനാർ. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരി മെട്രോ വില്ലേജിലാണ് പരിപാടി. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങ്. നിരവധി പേർ അദ്ദേഹത്തിന് ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ചു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10-ന് എറണാകുളം YMCA ഹാളിലാണ് വോട്ടെടുപ്പ്. പാർലമെന്റിന് മുന്നിൽ VP സുഹ്റയുടെ നിരാഹാര സമരം ഇന്ന് തുടങ്ങും. മുസ്ലിം പിന്തുടർച്ചാവകാശം ഭേദഗതി ചെയ്യണമെന്നും തുല്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും VP സുഹ്റ. കന്യാകുമാരി തീരത്ത് ഇന്നും കടലാക്രമണ സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി. തെലങ്കാനയിൽ അപകടത്തെ തുടർന്ന് ടണലിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം ഇന്നും തുടരും. രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. 8 പേർ ഇപ്പോഴും ടണലിനുള്ളിലാണ്. നിർമ്മാണത്തിലിരുന്ന ടണലിന്റെ ഒരു ഭാഗം തകരുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ ഛത്തർപൂർ ജില്ലയിൽ സന്ദർശനം. ഉച്ചയ്ക്ക് 2 മണിക്ക് ബാഗേശ്വർ ധാം മെഡിക്കൽ ആൻഡ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം. ജർമ്മനിയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പാണ്. 6 കോടിയോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. CDU, CSU എന്നീ വലത് പാർട്ടികളുടെ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരിന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ക്ക് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ വമ്പൻ തോൽവി വഴങ്ങിയാണ് പാകിസ്ഥാൻ എത്തുന്നതെങ്കിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച കരുത്തിലാണ് ഇന്ത്യയുടെ വരവ്.